ആൻറ്റിയെ ഇന്ന് ബിരിയാണി വീഡിയോ ആണല്ലോ. ഇന്ന് ബിരിയാണി വീഡിയോ ആണ്. ഇത് ഞങ്ങളെ അടുക്കളേൻ്റെ മുറ്റത്ത് അടുപ്പുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, വീൽ ചെയറും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അന്നൂസാണ് വീഡിയോ എടുത്തത്. അന്നൂസും ഉമ്മയും കൂടി എടുത്തതാണ്. അപ്പോൾ അത് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് ഓൾ എടുത്തിട്ടുണ്ട്. അതെ അതെ, ഇത് റൈസിനുള്ള വെള്ളം ആണ് കേട്ടോ. അതറിയാലോ, നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുക, അതാണ് സംഭവം. അപ്പോൾ വിറകടുപ്പിലാണ് കേട്ടോ അധികം ഇവിടെ ഉണ്ടാക്കുക. സാധനങ്ങളൊക്കെ അപൂർവമായിട്ട് ഗ്യാസ് ഉപയോഗിക്കുള്ളൂ. ഗ്യാസ് ഉപയോഗിക്കും, എന്നാലും രാവിലത്തെ അല്ല ഉച്ചക്കത്തൊക്കെ ഫുഡ് പരമാവധി വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുക. അത് അങ്ങനെ ശീലിച്ചു പോയി കുറേ ആയിട്ട് മീൻസ് വല്യമ്മാൻ്റെ ആ ഒരു വല്യമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. റെസിപ്പി ഒന്നും കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല, എന്നാലും ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ. ബീഫാണേ, ബീഫ് ഇട്ടുണ്ട്. ബീഫിന് വേവ് കൂടുതലായതുകൊണ്ടേ അപ്പോൾ അതന്നെ. അത് ഉള്ളിയല്ല സവാള ഒക്കെ വാട്ടിയിട്ട് ഇട്ടുണ്ട്. മസാലകൾ ഇട്ടിട്ടില്ല അല്ലേ? ഇട്ടാൻ തോന്നും, കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇടാൻ പോകുന്നില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്താ ഇടാൻ പോകുന്നത്? നമ്മളെ വീഡിയോ കാണുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല, വോയിസ് ഓവർ കൊടുക്കുന്നൊന്നും വലിയ രസമൊന്നും ഉണ്ടാവില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണേ. ഞങ്ങൾ തുടക്കക്കാരല്ലേ, അതെ. പക്ഷെ എന്നാലും തുടക്കമാണെങ്കിൽ പോലും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുക്കറിൽ വെക്കാണ്ട് നല്ല അടുപ്പത്ത് വെച്ച് നല്ല നാടൻ ബിരിയാണി നല്ലോണം ഇളക്കി കൊടുക്കണം. ഉമ്മ ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ എന്താ പറയുക, അങ്ങനെ ഇതാക്കി പറയുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തക്കാളി ഇട്ട് എല്ലാവർക്കും ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം. വേറെ എവിടുന്ന് കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മമാരുണ്ടാക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും ഇഷ്ടം. എന്നാലും ഇതിനൊരു പ്രത്യേകതയാണ്. ഞാൻ ഒരു ദിവസം വിശദമായിട്ട് ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഞങ്ങൾ എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് അല്ലേ, നല്ലൊരു ക്യാമറയൊക്കെ ആയി കഴിയുമ്പോൾ ഇത് തൈര് ഒഴിക്കുകയാണ്. തൈര് തൈരൊഴിച്ച് അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുരുമുളക് ഇട്ടല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മസാലയിൽ കുറച്ച്. അതെന്താണെന്ന് വെച്ചാൽ ഈ ബീഫിന് വേവ് കൂടുതലായതുകൊണ്ട് അത് നാരങ്ങ നീരാണേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മല്ലിയില ഇട്ടു. പക്ഷെ വിറകടുപ്പിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സംഭവം സെറ്റാണ്. ലോങ് വീഡിയോ ഒന്നും ഇടാൻ അറിയില്ല, അതാണ് സത്യത്തിൽ. എടുത്താലും എങ്ങനെ ഇടണോ ഇതൊന്നും അറിയില്ല കേട്ടോ. ഞാനും അന്നൂസും ഉള്ള കളിയല്ലേ വീഡിയോസ് എടുക്കുക. ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ, അതാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇത് ഇതുണ്ടാക്കുകയാണ്. എന്താണ് റൈസ് ഉണ്ടാക്കുക. 2-3 ദിവസമായിട്ട് പച്ചക്കറി മാത്രമേ ഉള്ളൂ. സാമ്പാർ 3 ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് സാമ്പാർ. അപ്പം ഒന്ന് ബിരിയാണിയാക്കി. ഇനിയിപ്പോൾ നോമ്പിന് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കൂല. പിന്നെ മിക്കവാറും പെരുന്നാളിനായിരിക്കും ബിരിയാണി ഉണ്ടാക്കുക. ദമ്മാക്കാൻ പോവാണ്. വാഴയില വെച്ച് ചോറ്
ആയിട്ടോ. ഇനിയിപ്പോൾ അത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഓരോരുത്തർ ഉണ്ടാക്കുന്നതിനൊരു എന്താ പറയുക വെറൈറ്റി ആയിരിക്കുമല്ലോ ഓരോരുത്തർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒരു ദിവസം വിശദമായിട്ടൊരു നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇടാം. അതുകൂടെ ഒച്ച ഉണ്ടാവാൻ പാടില്ല. അതെ, ഇതേപോലെ കഷ്ടപ്പെടും. കുറേ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഇതിപ്പോൾ ചെയ്യുന്നത്. ദമ്മിടുകയാണ്. ദമ്മിട്ട് കഴിഞ്ഞാലൊരു 10-15 മിനിറ്റ് ഒക്കെ വെക്കലുണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ വൈകിട്ട് കുളിക്കാൻ പറ്റും. അവള് വീഡിയോ ഒക്കെ എടുത്ത് കുറേ കഴിഞ്ഞ് കുളിക്കാൻ പോകുമ്പോൾ അത് ഉള്ളി അല്ലേ? വറുത്ത് കോരിയ ഉള്ളി, മല്ലിയില, നാരങ്ങ വെള്ളം ഒഴിക്കൂ. അത് നേരത്തെ ഒഴിച്ചില്ലേ? നാരങ്ങ വെള്ളമല്ല, നാരങ്ങ നീര്. അതിന്റെ കുറച്ചും കൂടി എടുത്ത് വെച്ചിട്ട് ഒഴിച്ചീനോ? ശരി. മുകളില് നെയ്യ് ഒഴിച്ച്. അതന്നെ അതിന്റെ ബാക്കി വന്നല്ലേ, നെയ്യ് ഒഴിച്ച്. ഓക്കെ 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 ഓക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു അന്നേരം കാണാൻ. മാഷാ അല്ലാഹ്. ദമ്മിട്ട് ഇനി വിളമ്പാണ്. ഇന്നത്തെ ഉച്ചയൂണ് നമുക്ക് തുടങ്ങിയാലോ? ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ്. അടിപൊളി ബിരിയാണി, അതിൻ്റെ മസാല, തൈര്. എന്തോന്ന് പറയും, എനിക്കും അറിയില്ല. ഇത് സാലഡ്, തക്കാളി, കുക്കുംബർ, പിന്നെ ക്യാരറ്റ്, തക്കാളി. ചമ്മന്തി എനിക്കിഷ്ടമല്ല, ഞാൻ കാണിച്ചതാണ്, എനിക്കിഷ്ടമല്ല. ബിരിയാണിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇത് ചിക്കൻ പൊരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.